നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ ഇന്ന് 1651 പേർ കോവിഡ് ബാധയിൽ നിന്ന് മുക്തരായതായി സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 609 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം ഇന്ന് രാജ്യവ്യാപകമായി 11 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രാജ്യമാകെ 69,636 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,37,983 ആയി. ഇതിൽ 5,22,009 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 8,399 ആണ്. UAE-യിൽ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 7 ലക്ഷം കവിഞ്ഞു. കോവിഡ് ബാധിച്ച 3 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചു. ഇതോടെ ആകെ മരണം 1997 ആയി. 1206 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും 1385 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗികൾ 7,587. രോഗമുക്തി നേടിയവർ 6,78,341. ചികിത്സയിലുള്ളവർ 20,249. കോവിഡ് വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞവർ അൽ ഹുസൈൻ ആപ്ലിക്കേഷനിൽ ഗ്രീൻ സ്റ്റാറ്റസ് നിലനിർത്താൻ ബൂസ്റ്റർ ഡോസ് എടുക്കണം. അബുദാബി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ രാജ്യത്ത് നടന്ന വാക്സിൻ പരീക്ഷണങ്ങളിൽ പങ്കെടുത്തവരെ ബൂസ്റ്റർ ഡോസ് നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2ാം ഡോസ് എടുത്ത് ഇതിനോടകം തന്നെ 6 മാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ 1 മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും. സെപ്റ്റംബർ 26-നകം ബൂസ്റ്റർ ഡോസ് എടുത്തില്ലെങ്കിൽ അൽ ഹുസൈൻ ആപ്ലിക്കേഷനിലെ സ്റ്റാറ്റസ് ഗ്രേ കളറായി മാറുമെന്നും അധികൃതർ അറിയിച്ചു. UAE-യിലെ മികച്ച സർക്കാർ സേവന കേന്ദ്രങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ട്വിറ്ററിലൂടെ 69 സ്ഥാപനങ്ങളെ വിലയിരുത്തിയ ശേഷമുള്ള പട്ടിക പുറത്തുവിട്ടത്. ഫുജൈറ ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് സെന്ററും അൽബർഷ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ബ്രാഞ്ച് എന്നിവയാണ് മികച്ച സ്ഥാപനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സർവേയിൽ 6 സ്റ്റാർ നേടാനായത് ഇവയ്ക്ക് രണ്ടിനും മാത്രമാണ്. സന്ദർശക വിസക്കാർക്കും അബുദാബിയിലേക്ക് വരാമെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അല്ലാത്തവർക്കും വരാൻ കഴിയും. വാക്സിൻ എടുക്കാത്ത സന്ദർശക വിസക്കാർക്കും നിബന്ധനകളോടെ പ്രവേശനാനുമതി നൽകും. ഞായറാഴ്ച മുതൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും. ഖത്തറിൽ കോവിഡ് നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി. നിയമം ലംഘിച്ച 475 പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു. ഇവരിൽ 357 പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത്. സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് 111 പേരെയും മൊബൈൽ ഫോണുകളിൽ ഇത്രാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതിന് 7 പേരെയും പരിശോധനകളിൽ പിടികൂടി. ഇന്ത്യ ബഹ്റൈൻ നയതന്ത്ര ബന്ധത്തിന്റെ 50ാം വാർഷികത്തിന്റെയും ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി INS കൊച്ചി ഞായറാഴ്ച മിന സൽമാൻ തുറമുഖത്ത് സന്ദർശനത്തിനെത്തും. ഇന്ത്യയും ബഹ്റൈനും തമ്മിലെ സൗഹൃദ ബന്ധങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാവിക കപ്പലുകൾ ഇടയ്ക്കിടെ മനാമ സന്ദർശിക്കാറുണ്ട്. INS കൊച്ചിയുടെ 2ാമത്തെ ബഹ്റൈൻ സന്ദർശനമാണിത്. ഇന്ത്യ ഉൾപ്പെടെ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് UAE അനുമതി നൽകിയതോടെ നാട്ടിൽ കുടുങ്ങി കഴിയുകയായിരുന്ന പ്രവാസികളുടെ കുത്തൊഴുക്കാണ് വിവിധ എമിറേറ്റുകളിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത്. എന്നാൽ ജോലി ആവശ്യാർത്ഥവും മറ്റും UAE-യിലേക്ക് തിരിക്കുന്നവരെ പോലെ ഉറ്റവരെയും ഉടയവരെയും കാണാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി UAE-യിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്ന ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സൗദിയിൽ എത്തി തുടങ്ങി. വിമാനത്താവളങ്ങളിലെത്തിയ ആദ്യ സംഘത്തെ ഹജ്ജ് ഉംറ ദേശീയ സമിതി അംഗങ്ങൾ സ്വീകരിച്ചു. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദേശ തീർത്ഥാടകർ വീണ്ടും സൗദിയിൽ എത്തി തുടങ്ങിയത്. ലോകത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഉംറ തീർത്ഥാടനം മാസങ്ങൾക്ക് മുമ്പാണ് പുനരാരംഭിച്ചത്. ദുബായിൽ അലങ്കാര മത്സ്യക്കുളം വൃത്തിയാക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് 2 ഏഷ്യക്കാർ മരിച്ചു. മത്സ്യക്കുളത്തിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ ഇരുവരും തൽക്ഷണം മരിക്കുകയായിരുന്നു. ഉടൻ സംഭവസ്ഥലത്തെത്തിയ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ലൈസൻസ് ഇല്ലാത്ത കമ്പനി നിലവാരം കുറഞ്ഞ വയറുകൾ ഉപയോഗിച്ച് വൈദ്യുതി ബന്ധം സ്ഥാപിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി ജനറൽ വിഭാഗത്തിലെ ഫോറൻസിക് എഞ്ചിനീയറിംഗ് സെക്ഷൻ ഡയറക്ടർ മേജർ എഞ്ചിനീയർ ഡോക്ടർ മുഹമ്മദ് അലി അൽ ഖാസിം പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.